സാറേ, എൻ്റെ മോന് ഫാറ്റ് ലിവർ വന്നപ്പോഴത്തേക്കും ഞാനുണ്ടല്ലോ എല്ലാം നോൺ വെജ് നിർത്തി. ഞാനിപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം മാത്രമാണ് കൊടുക്കുന്നത്. ജങ്ക് ഫുഡ് എല്ലാം ഒഴിവാക്കി. പക്ഷെ ഞാൻ എത്ര നോക്കിയിട്ടും വെയിറ്റും കുറയുന്നില്ല, ഫാറ്റ് ലിവർ മാറുന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വലിയൊരു തെറ്റിദ്ധാരണയാണ് ഈ നോൺ വെജ് കഴിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഫിഷ്, ചിക്കന്, അങ്ങനെ പ്രോട്ടീനുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള ജീവിതശൈലി രോഗങ്ങൾ വരുന്നതെന്ന്. വണ്ണം കുറയ്ക്കാൻ വേണ്ടി ആദ്യം കട്ട് ചെയ്യുന്നത് നോൺ വെജ് ആണ് എല്ലാവരും. നമ്മൾ കഴിക്കുന്ന മൊത്തം ആഹാരത്തിൽ നിന്നും കിട്ടുന്ന കാലറീസ് എന്ന് പറയും. ഒരു ദിവസം നമുക്ക് ആവശ്യമുള്ള കാലറീസ്, നമ്മൾ കുറെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഹാർട്ട് ഇടിക്കുന്നുണ്ട്, ലങ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ അവയവങ്ങളുടെ ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഊർജം ആവശ്യമുണ്ട്. IT മേഖല, ഡോക്ടേഴ്സ്, ഓഫീസ് ജോബുകൾ ചെയ്യുന്നവർക്ക് 1750 കാലറീസ് മതി. പക്ഷെ നമ്മളിപ്പം നോൺ വെജ് ഫുൾ ഒഴിവാക്കിയെന്ന് പറഞ്ഞാലും ബാക്കിയുള്ള ആഹാരത്തിൽ നിന്നും നമുക്ക് ഇതിൽ കൂടുതൽ കാലറീസ് കിട്ടിയാൽ എന്ത് പറ്റും? കാലറി എക്സസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ കിടക്കും. അങ്ങനെ ഫാറ്റ് ശരീരത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും. ഫാറ്റ് എന്ന് പറയുന്നത് ഒരു റിസർവ് ഇന്ധനമാണ്. നമ്മൾ പട്ടിണി കിടക്കുകയോ ഭക്ഷണം കിട്ടാതിരിക്കുകയോ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മുമ്പോട്ട് ജീവിതം മുന്നോട്ട് പോകാൻ, ജീവൻ നിലനിർത്താൻ വേണ്ടി ശരീരം ഉപയോഗിക്കുന്ന ഒരു ഫ്യൂവലാണ് ഫാറ്റ്. എന്തും അമിതമായി കഴിച്ചാൽ കാലറീസ് കൂടും. അങ്ങനെ കാലറീസ് കൂടുമ്പോൾ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് പിന്നീട് ഡയബറ്റിസ് ആയിട്ടും PCOD ആയിട്ടും ഫാറ്റ് ലിവർ ആയിട്ടൊക്കെ വരും. അതിനകത്ത് ഏറ്റവും കൂടുതൽ കാലറീസ് നമുക്ക് കിട്ടുന്നത് പഞ്ചസാര അടങ്ങിയ ആഹാരത്തിൽ നിന്നാണ്. അത് നമുക്ക് വേവിച്ച് വെച്ച പഞ്ചസാര ആയിട്ടുള്ള ചോറ്, അരി, ഗോതമ്പ്, ധാന്യങ്ങള്, അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ കൂട്ടുന്ന നമ്മൾ ആഡ് ചെയ്യുന്ന ടേബിൾ ഷുഗർ, ഇതെല്ലാം ഹൈ കാലറിയാണ്. അപ്പൊ എല്ലാ മധുരങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടി വരും. കാർബോഹൈഡ്രേറ്റ് റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും. മൊത്തത്തിലുള്ള ഊർജ്ജത്തിന്റെ അളവ് നമുക്ക് കുറയ്ക്കേണ്ടി വരും. ബാലൻസ്ഡ് ആയിട്ട് ഭക്ഷണം കഴിക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫാറ്റ് ലിവർ ഉണ്ടാകുന്നത്, ഇംപ്രൂവ് ചെയ്യുന്നത്.